Students, today I am going to discuss about a small topic in acquisition of a business. That is treatment of goodwill or capital reserve in acquisition of business. See, in acquisition there are two parties, purchasing company and vendor. Okay, purchasing company, it is a joint stock company, and vendor or seller may be a sole trader or a partnership firm. Then there is a price paid by the purchasing company to the vendor, that is called the purchase consideration. Then there are some accounting treatment in the books of purchasing company. So we want to study that treatment in detail. So നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ജേണൽ എൻട്രീസ് ആണ്. പാസിംഗ് ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമുക്ക് അക്വിസിഷന്റെ കേസിൽ ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ കിട്ടുന്നത്, പുതിയ കമ്പനിക്ക് ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ കിട്ടുന്നത് എന്നറിയാൻ വേണ്ടി അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ് ഇൻ അക്വിസിഷൻ ഓഫ് ബിസിനസ്. അക്വിസിഷന്റെ കേസിൽ കമ്പനികൾക്ക്, അതായത് ഏറ്റെടുക്കുന്ന കമ്പനി, പർച്ചേസിംഗ് കമ്പനിക്ക് അവരുടെ ബുക്കിൽ ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവോ വരുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ രണ്ട് കേസാണ് എഴുതിയിരിക്കുന്നത്. സി, if PC is given as lump sum, or second one, if PC is calculated by net payment method. രണ്ട് പോയിന്റ് ആണ് എഴുതിയത്. ഒന്നുകിൽ PC നമുക്ക് ക്വസ്റ്റിനകത്ത് ലംസം ആയിട്ട് തന്നിരിക്കണം. ലംസം നമുക്കറിയാൻ പറ്റും, ഫിക്സഡ് എമൗണ്ട് that is given in your question, that is lump sum method. Okay. Or if PC is calculated by using net asset method. Net asset method പ്രകാരം PC എന്താ നമുക്കറിയാം, the sum total of cash, shares, debentures. അപ്പൊ ഇങ്ങനെയാണ് PC നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ then how we determine goodwill or capital reserve. ഇങ്ങനെയുള്ള കേസിൽ, അതായത് ലംസം മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് പേയ്മെന്റ് മെത്തേഡില് PC നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പം ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവ് നമുക്ക് അറിയണം, കാരണം എങ്കിലേ നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആയിട്ട് ടാലി ആയി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് PC ആൻഡ് നെറ്റ് അസറ്റ്. ഹിയർ ഇൻ ദി സിറ്റുവേഷൻ വി ഷുഡ് കമ്പയർ PC ആൻഡ് നെറ്റ് അസറ്റ്. നമ്മൾ രണ്ട് എലമെന്റ് ആണ് കമ്പയർ ചെയ്യേണ്ടത്, PCയും നെറ്റ് അസറ്റ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ദെൻ കേസ് 1 എന്ന് പറയുന്നത് ഇഫ് PC ഈസ് മോർ ദാൻ നെറ്റ് അസറ്റ്, അതായത് PC എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ നെറ്റ് അസറ്റ്, if it is more than net asset, if PC is more than net asset, then we will get a goodwill. PC എന്ന് പറയുന്നത് നെറ്റ് അസറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഗുഡ് വിൽ ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് PC ലെസ് ദാൻ നെറ്റ് അസറ്റ്. PC ലെസ് ദാൻ നെറ്റ് അസറ്റ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അക്വിസിഷന്റെ കേസിലാണ് പറയുന്നത്. അക്വിസിഷന്റെ കേസിൽ നമ്മൾ ലംസം മെത്തേഡിലോ അതുമല്ലെങ്കിൽ നെറ്റ് പേയ്മെന്റ് മെത്തേഡിലോ PC കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ഗുഡ് വില്ലോ ക്യാപിറ്റൽ റിസർവോ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വി ഷുഡ് കമ്പയർ PC ആൻഡ് നെറ്റ് അസറ്റ്. PCയും നെറ്റ് അസറ്റും കമ്പയർ ചെയ്യാം. ദെൻ PC മോർ ദാൻ നെറ്റ് അസറ്റ് ആണെങ്കിൽ, നെറ്റ് അസറ്റിനേക്കാളും കൂടുതലാണ് PC എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഗുഡ് വിൽ ആയിരിക്കും. ദെൻ ഇഫ് PC ഈസ് ലെസ് ദാൻ നെറ്റ് അസറ്റ്, ദെൻ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ റിസർവ്. ഇങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് വരുന്നത് നമുക്ക് ജേണൽ എൻട്രി നോക്കിയാൽ മനസ്സിലാവും. സോ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് എന്താണ്, ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് പർച്ചേസിംഗ് കമ്പനി. അപ്പൊ നമ്മള് പറഞ്ഞു ദർ ആർ ടു പാർട്ടീസ് ഇൻ അക്വിസിഷൻ ഓഫ് ബിസിനസ്, then purchasing company and vendor. Okay, purchasing company and vendor. Then this purchasing companyന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. കാരണം വെൻഡർ എന്ന് പറയുന്നത് സെല്ലർ, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് they are going to close their books of account. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്യുന്ന എൻട്രീസ് മാത്രം പാസ് ചെയ്താൽ മതിയാവും. നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ടും പർച്ചേസിംഗ് കമ്പനി, ബിക്കോസ് ഇറ്റ് ഈസ് ദ ന്യൂ കമ്പനി. ഇനി ഈ കമ്പനിയാണ് നിലവിലിരിക്കുന്നത്, പുതിയ കമ്പനി. അപ്പോ in the books of purchasing company what are the accounting treatment. Okay, then അതിനകത്ത് ഫസ്റ്റ് എൻട്രി ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് for business purchase and PC due. അതായത് നമ്മുടെ സപ്പോസ് എക്സാമ്പിൾ പറയാം, ഇവിടെ X ലിമിറ്റഡ് purchases the business of
Mr. Varun. X Limited purchases the business of Mr. Varun. ഈ ഒരു എക്സാമ്പിളിൽ എക്സ് ലിമിറ്റഡ് ഇറ്റ് ഈസ് എ കമ്പനി. മിസ്റ്റർ വരുൺ ഹി ഈസ് എ സോൾ ട്രേഡർ. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കറിയാം ദർ ആർ ടു പാർട്ടീസ്. നമുക്ക് ടു പാർട്ടീസ് കിട്ടി. ദെൻ എക്സ് ലിമിറ്റഡ് കമ്പനി ഗീവ് സം പർച്ചേസ് പ്രൈസ് ടു ദി സോൾ ട്രേഡർ മിസ്റ്റർ വരുൺ. ഓക്കെ, അപ്പൊ ഈ പർച്ചേസ് പ്രൈസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോ ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവും, നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താണ് ബിസിനസ് പർച്ചേസ് ആൻഡ് PCD? അതിനു വേണ്ടിയിട്ടുള്ള എൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് അക്കൗണ്ട്. ബിസിനസ് പർച്ചേസ് ചെയ്ത ഇനത്തില് വെൻഡേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് അക്കൗണ്ട്. സെക്കൻഡ് എൻട്രി നോക്കാം. ഫോർ ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ ദ കമ്പനി. അതായത് ഒന്നാമത്തെ എൻട്രിയിൽ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡർ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട് എന്താ? PC ആണ്. പർച്ചേസ് കൺസിഡറേഷൻ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. രണ്ടാമത് എന്താണ്? ബിസിനസ് പർച്ചേസ് എന്ന പ്രോസസ് നടക്കുന്ന എന്താണ്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമ്പിളില് എന്താണ്? എക്സ് ലിമിറ്റഡ് ടേക്സ് ഓവർ ദ ബിസിനസ് ഓഫ് മിസ്റ്റർ വരുൺ എന്നാണ് പറയുന്നത്. അപ്പൊ എക്സ് ലിമിറ്റഡ് മിസ്റ്റർ വരുണിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്നു. അതാണ് ബിസിനസ് പർച്ചേസ് എന്ന് പറഞ്ഞ മീനിങ്. അപ്പൊ എന്താ എൻട്രി? അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ. സി, ഇത് റൂൾ പ്രകാരമാണ് എഴുതുന്നത്, അക്കൗണ്ടിങ് റൂൾ. അപ്പൊ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അല്ലെ? അതായത് നമ്മള് ബിസിനസ്സിലേക്ക് വരുന്നത്, പുതിയ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിന്റെ ബിസിനസ്സിലേക്ക് വരുണിന്റെ അസറ്റ്സ് അക്കൗണ്ട് വരുവാണ്. അപ്പൊ അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. അതായത് വരുണിന്റെ ബിസിനസ്സിലെ അസറ്റും ലയബിലിറ്റിയും എക്സ് ലിമിറ്റഡ് എടുത്തു. ദെൻ എക്സ് ലിമിറ്റഡ് പകരം എന്താണ് കൊടുക്കുന്നത്? PC ആണ് കൊടുക്കുന്നത്. PC ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എഴുതേണ്ടത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ. ഓരോ അസറ്റും സ്പെസിഫൈ ചെയ്യണം. സി, ക്യാഷ് ഇൻ ഹാൻഡ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ. ഈച്ച് ആൻഡ് എവറി അസറ്റ് ദാറ്റ് ഷുഡ് ബി ഇൻഡിവിജ്വലി സ്പെസിഫൈഡ് ഹിയർ. ഓരോ അസറ്റും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. Then the same procedure to be followed in case of liabilities also. Two liabilities, that is two sundry creditors, two bills payable. Asset account debtor, two liabilities. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ടോട്ടൽ അല്ല എഴുതുക, ഓരോ അസറ്റും സ്പെസിഫൈ ചെയ്ത് പറയണം. പിന്നീട് ടു ലയബിലിറ്റീസ് എഴുതി. ദെൻ ടു ബിസിനസ് പർച്ചേസ്, ടു ബിസിനസ് പർച്ചേസ്. ഇവിടെ കാണിക്കേണ്ട എമൗണ്ട് എന്താണ്? PC ആണ് ടു ബിസിനസ് പർച്ചേസിൽ കാണിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കണം, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആവണം. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ പോയിന്റ് PC എന്ന് പറയുന്നത് ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോ PC മോർ ദാൻ അസറ്റ്. PC എന്ന് പറയുന്നത് അസറ്റ്സിനേക്കാളും കൂടുതലാണെങ്കിൽ, നെറ്റ് അസറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ then there is goodwill. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണുള്ളതെങ്കിൽ ആ കുറവുള്ള ബാലൻസ് എങ്ങോട്ടാണ് പോകുന്നത്? ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക്. അപ്പൊ നേരത്തെ പറഞ്ഞ റൂൾ എന്താണ്? PC എന്ന് പറയുന്നത് നെറ്റ് അസറ്റിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ then balancing figure that should be transferred to goodwill account. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. ബാലൻസിങ് ഫിഗർ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിലോ, ഈ ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞാല് PC ഈസ് ലെസ് ദാൻ നെറ്റ് അസറ്റ്. പർച്ചേസ് കൺസിഡറേഷൻ നെറ്റ് അസറ്റിനേക്കാളും എന്താണ് കുറവാണെങ്കിൽ, PC ലെസ് ദാൻ നെറ്റ് അസറ്റ് ആണെങ്കിൽ വി ഷുഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ടേം വരുന്നത്. അതായത് ജേണൽ എൻട്രി വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ എൻട്രി റെക്കോർഡഡ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ഓവർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അസറ്റ് ലയബിലിറ്റി എടുക്കുന്ന സമയത്തുള്ള എൻട്രി ആണിത്. അതായത് എൻട്രി എന്താണ്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ്. അസറ്റ്സ് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ഓരോ അസറ്റും സ്പെസിഫൈ ചെയ്ത് പറയണം. ദെൻ ലയബിലിറ്റീസ് അത് തന്നെയാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അങ്ങനെ ഓരോ അസറ്റും സ്പെസിഫൈ ചെയ്ത് പറയാ. ദെൻ ബിസിനസ് പർച്ചേസിൽ കാണിക്കേണ്ട എന്താണ്? PC എമൗണ്ട് ആണ്, പർച്ചേസ് കൺസിഡറേഷൻ ആണ് കാണിക്കേണ്ടത്. ഇത് എഴുതിയതിനു ശേഷം നമ്മൾ നോക്കണം ഡെബിറ്റും ക്രെഡിറ്റും തുല്യമാണോ. തുല്യമല്ലെങ്കിൽ
അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമ്മൾ ആ ബാലൻസിങ് ഫിഗർ നമ്മൾ ഇതിനെ തുല്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആ എമൗണ്ട് ഗുഡ് വിൽ അക്കൗണ്ടിലേക്ക് ഇടുക. ദെൻ നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ബാലൻസിങ് ഫിഗർ അങ്ങോട്ട് ഇടുക, ക്യാപിറ്റൽ റിസർവിലേക്ക് ഇടുക. ഇത് കിട്ടുന്നത് എന്താണ്? ബാലൻസിങ് ഫിഗർ ആണ്. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? തേർഡ് എൻട്രി. അപ്പോ അക്വിസിഷന്റെ കേസിൽ വളരെ ചുരുക്കം എൻട്രികൾ മാത്രമേ വരുന്നുള്ളൂ. 3 എൻട്രിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് മൂന്നാമത്തെ എൻട്രി എന്താണ്? ഫോർ ദി പേയ്മെന്റ് ഓഫ് പി സി. ഫസ്റ്റ് എൻട്രി പി സി ഡി ആവുന്നതാണ്. സെക്കൻഡ് എൻട്രി ഫോർ ടേക്കിംഗ് ഓവർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ദെൻ തേർഡ് എൻട്രി ഫോർ ദി പേയ്മെന്റ് ഓഫ് പി സി. പി സി കൊടുക്കുന്ന സമയത്ത് എന്താണ് എൻട്രി? വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതായത് വെൻഡർ അക്കൗണ്ട്, വെൻഡർക്കാണ് പി സി കൊടുക്കുന്നത്. അപ്പൊ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ദ റിസീവർ എന്നാണ് റൂൾ അല്ലേ. അപ്പൊ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ടു ക്യാഷ്, ടു ഷെയർ ക്യാപിറ്റൽ, ഷെയറുകളായിട്ടാണ് പി സി കൊടുക്കുന്നെങ്കിൽ ടു ഷെയർ ക്യാപിറ്റൽ, ദെൻ ഡിബഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇങ്ങനെയാണ് വരിക. ഇതെല്ലാ കമ്പോണന്റും ക്വസ്റ്റിനകത്ത് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിൽ 3 കമ്പോണന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇത് എന്താണ്? നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ ഇങ്ങനെയാണ്. ക്യാഷ് ആയിട്ട്, ഷെയർ ആയിട്ട്, ഡിബഞ്ചർ ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ ക്യാഷ് മാത്രമാണുള്ളതെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് മാത്രം എഴുതിയാൽ മതി. ദെൻ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കാണിക്കാം. ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പൊ ഇതാണ് എന്ത്? പേയ്മെന്റ് ഓഫ് പി സിക്ക് ഉള്ള എൻട്രി. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഈ ഷെയർ ക്യാപിറ്റൽ ചില സമയത്ത് ക്വസ്റ്റിനകത്ത് നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രീമിയത്തിലാകാം, ചിലപ്പോൾ ഡിസ്കൗണ്ടിലാകാം. എപ്പോഴും അറിയാം നമുക്ക് ഫേസ് വാല്യൂവിനെക്കാളും കൂടിയൊരു എമൗണ്ടിലാണ്. ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ, ഇറ്റ് ഈസ് കോൾഡ് സെക്യൂരിറ്റി പ്രീമിയം. At the same time, if a share is issued at a price less than its face value, it is called a discount. അത് ഷെയറിന്റെ കേസിലായാലും ഡിബഞ്ചറിന്റെ കേസിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോ 2 കേസ് പറയാം. ഫസ്റ്റ് വൺ, if shares or debentures issued at a premium, shares or debentures issued at a premium, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പ്രീമിയം എമൗണ്ട് ഇവിടെ കാണിക്കണം. കാരണം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ മാത്രമാണ് കാണിക്കേണ്ടത് എപ്പോഴും. ദെൻ എക്സ്ട്രാ ഉള്ള എമൗണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ സെപ്പറേറ്റ് അക്കൗണ്ടിൽ വേണം കാണിക്കാൻ. അപ്പൊ ഇവിടെ ഇതേ പ്രൊസീജിയർ തന്നെയാണ്. വെൻഡർ അക്കൗണ്ട് ഡെറ്റർ, തേർഡ് എൻട്രിയിലുള്ള ഒരു വേരിയേഷൻ ഞാൻ കാണിക്കാനുള്ള കാരണം, if shares are issued at a premium or debentures are issued at a premium, അങ്ങനെയാണെങ്കിൽ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ക്യാഷ് ആയിട്ട് പി സി കൊടുക്കുന്നുണ്ടെങ്കിൽ ടു ക്യാഷ് എന്ന് എഴുതാം. ദെൻ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. അതായത് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പി സി കൊടുക്കുന്നത് എപ്പോഴും ഫേസ് വാല്യൂ അല്ല, ഇഷ്യൂ പ്രൈസ് നോക്കിയിട്ടാണ്. അപ്പൊ കമ്പനി കൊടുക്കുന്നത് ഷെയർ, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർ പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം കൂടി ഇവിടെ കാണിക്കണം. അപ്പൊ എൻട്രി എന്തായിട്ട് മാറും? വെൻഡർ അക്കൗണ്ട് ഡെറ്റർ, മാറ്റമൊന്നുമില്ല, ടു ക്യാഷ്, ക്യാഷ് ഉണ്ടെങ്കിൽ ടു ക്യാഷ്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഫേസ് വാല്യൂ, ദെൻ ടു സെക്യൂരിറ്റി പ്രീമിയം. ഇവിടെ കാണിച്ചാൽ മതിയാവും, ഞാൻ ഇവിടെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. ടു സെക്യൂരിറ്റി പ്രീമിയം, ഷെയർ ക്യാപിറ്റല് കൂടാതെ സെക്യൂരിറ്റി പ്രീമിയം വരാനുള്ള കാരണം എന്താണ്? അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ. ഇത് തന്നെയാണ് എന്തിന്? ഡിബഞ്ചേഴ്സിനും. വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ടു ഷെയർ ക്യാപിറ്റൽ പകരം ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് തന്നെയാണ് വരിക. ദെൻ ഇത് പ്രീമിയത്തിലുള്ള കേസാണ് പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് കേസ് എന്താണ്? ഇഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, പ്രീമിയത്തിലല്ല ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് ഫേസ് വാല്യൂവിനേക്കാളും കുറവുള്ള ഒരു എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പോഴും എൻട്രി തന്നെയാണ് ഡെബിറ്റ് വെൻഡർ അക്കൗണ്ട് ഡെറ്റർ. ദെൻ പ്രീമിയത്തിന്, സെക്യൂരിറ്റി പ്രീമിയത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ദെൻ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്, ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ ലോസ്. ഓക്കെ, അപ്പൊ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ഒന്നുകിൽ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, അങ്ങനെയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഓർ ഡിബഞ്ചർ. ഏതാണോ സെക്യൂരിറ്റി എങ്കിൽ, ഇപ്പം ഷെയർ ക്യാപിറ്റൽ മാത്രമാണെങ്കിൽ
വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് വരും. ദെൻ ഇവിടെ ക്യാഷ് ഉണ്ടെങ്കിൽ ടു ക്യാഷ് എന്നും കൂടെ വരും, ടു ക്യാഷ്. ദെൻ ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താ, വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചേഴ്സ് എന്ന് വരും. ദെൻ ടു ക്യാഷ് ഉണ്ടെങ്കിൽ ടു ക്യാഷ്. ഇതാണ് എന്ത്, ജേണൽ എൻട്രീസ്. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് 3 എൻട്രികൾ മാത്രമാണ്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, പി സിയും നെറ്റ് അസറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് പി സി കൂടുതലാണെങ്കിൽ, നെറ്റ് അസറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് വിൽ. ദെൻ ഇഫ് പി സി ഈസ് less than net asset, then it is capital reserve. Then 3 journal entries related with acquisition of business. Okay. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അക്വിസിഷന്റെ കേസിൽ എങ്ങനെയാണ് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.